മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മുസ്ലിം പള്ളിയിൽ കേരള പോലീസ് ബൂട്ടിട്ട് കയറി ലാത്തി വീശി. ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ സടകുടഞ്ഞ് എഴുന്നേറ്റ് വിഷം ചീറ്റൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. അതിനു മുമ്പ് മുസ്ലിം ലീഗിന്റെ ചന്ദ്രിക പത്രം കൊടുത്തിട്ടുള്ള ഒരു വാർത്ത ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. ഓൺലൈനിൽ ഉള്ളതാണ്. മുഹറം ഘോഷയാത്രകൾക്ക് നേരെ ഭീഷണിയുമായി യോഗി ആദിത്യനാഥ്. വിശ്വാസികളെ ക്രിമിനലുകളായി ചിത്രീകരിച്ച് UP സർക്കാർ. അതായത് യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോ കൊടുക്കുന്നു. UP പോലീസ് ഭീഷണിപ്പെടുത്തുന്നു മുഹറം റാലിക്ക് എന്നാണ് ലീഗ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് UP പോലീസ് പുറത്തിറക്കിയിട്ടുള്ളത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഘോഷയാത്രകളിൽ ആയുധങ്ങളോ വാളുകളോ പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുന്നത് സംസ്ഥാനം നിരോധിച്ചു. രണ്ടാമതായിട്ട്, അധികാരികൾ ഉച്ചത്തിലുള്ള DJകൾ നിയന്ത്രിക്കാത്ത ഡ്രമ്മുകള്, കാതുകൾ പൊട്ടിക്കുന്ന ബാൻഡുകള് എന്നിവ നിരോധിച്ചു. അടുത്തതായിട്ട്, മുകളിലൂടെയുള്ള വൈദ്യുത വയറുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളും സമീപത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും തടയുന്നതിനുമായി താസിയ ഘടനകൾക്ക് സർക്കാർ കർശനമായ ഉയരപരിധികൾ നിശ്ചയിച്ചു. ഇങ്ങനെയാണ് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ ഇറക്കിയത്. എന്നാൽ മുസ്ലിം ലീഗ് പറയുന്നത് മുഹറം റാലിക്കെതിരെ UP സർക്കാർ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ UP പോലീസ് ഇറക്കിയിട്ടുള്ളത്? ഞാനിവിടെ മഹാരാഷ്ട്രയിൽ ഒരു വാർത്ത കൊടുക്കാം. അതായത് വളരെ പ്രധാനപ്പെട്ട നാഷണൽ മീഡിയയിൽ വന്നിട്ടുള്ളതാണ്. മുഹറം സെന്റിനിടെ കാർ പൊട്ടിത്തെറിച്ചതിന് ഉജ്ജയിനിയിൽ 4 പേർ അറസ്റ്റിൽ. വർഗീയ ബന്ധം തള്ളിക്കളഞ്ഞ് പോലീസ്. നിലത്ത് നിന്ന് 40 അടി ഉയരത്തിൽ ഒരു ക്രെയിനിലൂടെ ഒരു വെള്ളവാൻ തൂങ്ങിക്കിടക്കുന്നത് വൈറൽ വീഡിയോകളിൽ കാണാം. അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പടക്കങ്ങൾ ഉപയോഗിച്ച് അത് പൊട്ടിത്തെറിക്കുകയും ഗണ്യമായ സ്ഫോടനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതായത് മധ്യപ്രദേശിൽ നടന്ന ഒരു റാലിയിൽ ഒരു വാൻ, ഇത് സോഷ്യൽ മീഡിയയിൽ ഒന്ന് ആർക്കും കിട്ടാവുന്ന വീഡിയോ ആണ്. അത്രത്തോളം വൈറലായ വീഡിയോ ആണ്. നിറയെ പടക്കങ്ങൾ നിറച്ചിട്ട് അത് പൊട്ടിത്തെറിക്കാം. ഈ മുഹറം റാലി എന്ന് പറഞ്ഞ് ഉത്തർപ്രദേശ് ആട്ടെ മധ്യപ്രദേശ് ആട്ടെ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ തട്ടഹസിക്കുന്ന രീതിയിൽ ശബ്ദങ്ങളും വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പൊട്ടിത്തെറികൾ ഉൾപ്പെടെ ഇതൊക്കെ ആർക്കെങ്കിലും മനുഷ്യന് അംഗീകരിക്കാൻ സാധിക്കൂ? കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് മുഹറം റാലി എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഇവിടെയുള്ള കേരളത്തിലെ മുസ്ലിങ്ങൾ, ഞാൻ ഏതായാലും ഇന്നേവരെയായിട്ടൊരു മുഹറം റാലി കണ്ടിട്ടില്ല. സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാം, മുസ്ലിം ലീഗ് ഇവിടെ ചെയ്തത് BJPക്കെതിരെ ഒരു രാഷ്ട്രീയപരമായിട്ടൊരു മുതലെടുപ്പാണ് നടത്തിയത്. അവിടെ മുഹറം റാലിക്ക് ഭീഷണി. യഥാർത്ഥത്തിൽ അവിടെ പൊട്ടിത്തെറിച്ച് അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് തന്നെ ഒന്നും സംഭവിക്കാതിരിക്കാനാണ് അവിടെയുള്ള പോലീസ്, അതായത് മുസ്ലിങ്ങൾക്ക് എന്നല്ല അവിടെയുള്ള ജനങ്ങൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനാണ് ഉത്തർപ്രദേശ് സർക്കാർ ഒരു നടപടി എടുത്തത്. അതിനെ മുസ്ലിം ലീഗ് ഇവിടെ മുതലെടുക്കുക. അതേ രീതിയിൽ മുസ്ലിം ലീഗ് കേരളത്തിൽ മുതലെടുക്കുമ്പോഴാണ് ഇപ്പോ റിയാസും ഈ പറയുന്ന KT ജലീലൊക്കെ രംഗത്തെത്തിയത്. എന്താണ് നമ്മുടെ കേരളത്തിലെ ഒരു മുസ്ലിം പള്ളിയിൽ പോലീസ് ബൂട്ടിട്ടതുമായി ബന്ധപ്പെട്ട് റിയാസ് പറയുന്നത് എന്ന് ഞാനൊന്ന് ആദ്യം വായിച്ചു കേൾപ്പിക്കാം. 10 വർഷമായി കേരളം കാണാത്ത കാഴ്ച. നബിദിനത്തിൽ വടകര കണ്ണൂർക്കര പള്ളിക്കുള്ളിൽ ബൂട്ടിട്ട് കയറി പോലീസ് ലാത്തി ചാർജ് നടത്തിയ സംഭവം മതനിരപേക്ഷ കേരളത്തിന് അപമാനമാണ്. പള്ളിക്കുള്ളിലെ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ചർച്ചയിലൂടെയും നിയമപരമായ മാർഗങ്ങളിലൂടെയും പരിഹരിക്കേണ്ടതാണ്. പള്ളിക്കുള്ളിൽ കയറി ലാത്തി വീശുന്നത് ഒരു പരിഷ്കൃത മതനിരപേക്ഷ സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല. ഇതിന് മറുപടി പറയാം. അതിനു മുമ്പ് ഏതായാലും KT ജലീലിന്റെ വിഷമുറ്റിക്കലും കൂടി ഒന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഷൂ ധരിച്ച് പോലീസ് പള്ളിയിൽ, ലീഗിന്റെ നബിദിന സമ്മാനം. ഇന്ന് റബീഉൽ അവൽ 12 പ്രവാചക ജന്മദിനം. മുസ്ലിം സമുദായ സംരക്ഷകരായ മുസ്ലിം ലീഗ് ഭരണത്തിൽ വന്ന് 100 ദിനം തികയുന്നു. 10 കൊല്ലം പിണറായിയുടെ കാലത്ത് കാണാത്ത കാഴ്ചയാണ് വടകരക്കടുത്ത് മാടക്കര പള്ളിയിൽ കണ്ടത്. പള്ളികളിലെ തല്ലും ബഹളവും പിടിച്ചടുക്കലും തുടങ്ങിയിട്ടേ ഉള്ളൂ. വിശ്വാസി സുജൂദ് ചെയ്യുന്ന ഇടമാണ്. ലീഗ് പൂക്കി സംഘി പോലീസ് ചെറുതായൊന്ന് ഷൂസിട്ട് കയറി ആളുകളെ തല്ലിച്ചതച്ചത്. പാണക്കാട് തങ്ങളുടെ പ്രത്യേക അനുഗ്രഹം ഉണ്ടായിരുന്നതിനാൽ പോലീസിന്റെ ലാത്തിയടി വെഞ്ചാമരം വീശുന്നത് പോലെയാണത്രേ കിട്ടിയവർക്ക് അനുഭവപ്പെട്ടത്. പള്ളിയിൽ
കടക്കുമ്പോൾ പോലീസ് ധരിച്ച ഷൂ ലീഗ് ഓഫീസിൽ നിന്ന് പ്രത്യേകം നിർമ്മിച്ച് നൽകിയതാണെന്ന് കോഴിക്കോട് കാലി ഓഫീസിൽ നിന്ന് അറിയിച്ചതായി വിവരമുണ്ട്. പോലീസ് ഷൂസ് ഇട്ട് പള്ളിയിൽ കയറിയതിന്റെ ചെറുതായ ഒരു മതവിധി പറയാൻ കൂരിയാട് പൂക്കോട്ടൂർ കൂടത്തായി ലീഗ് ശിരോമണികൾ കോഴിക്കോട് ലീഗ് ഓഫീസിൽ യോഗം ചേർന്നതായും വിവരമുണ്ട്. സമുദായമേ ആഹ്ലാദിപ്പിൻ, അഭിമാനം കൊള്ളിൻ, സിന്ദാബാദ് മുഴക്കിൻ, ലീഗ് കി. ഇതാണ് റിയാസും അതേപോലെ തന്നെ KT ജലീലും മുന്നോട്ട് വെക്കുന്നത്. പോലീസ് ബൂട്ടിട്ട് പള്ളിയിലേക്ക് കയറി അവിടെ ലാത്തി വീശിയതിന് കാരണം ആരാണ് ജലീലെ? ആരാണ് റിയാസെ കാരണം? അവിടെയുള്ള വിശ്വാസികളല്ലേ? അവര് വിളിക്കാതെ അവിടേക്ക് ഒരു പോലീസ് എത്തുമോ? പള്ളിക്കുള്ളിൽ ഏതായാലും പോലീസ് നോക്കിയിരിക്കല്ലോ. പോലീസിനെ കൃത്യമായിട്ട് ആരെങ്കിലും വിളിക്കില്ലേ? അതുകൊണ്ടല്ലേ പോലീസ് അവിടെ എത്തിയത്. പോലീസ് നിൽക്കുമ്പോൾ തന്നെയല്ലേ അവിടെ പള്ളിക്കുള്ളിൽ അടി നടക്കുന്നത്. പോലീസ് പറയുന്നത് കേൾക്കാതെ എത്ര തവണ അവര് അവിടെ എത്ര നേരം നിന്നോ അവരത് പിടിച്ചു മാറ്റാൻ സാധിക്കാതെ ആ വടിയെടുത്ത് വീശി. അതിന്റെ കാരണം ആരാ? അവിടെയുള്ള വിശ്വാസികളല്ലേ? എന്തിനാണ് ഇങ്ങനെ മതത്തെ പറയിപ്പിക്കാൻ അവിടെ ഉള്ളിൽ ആളുകൾ അടികൂടുന്നത് എന്നല്ലേ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. എന്നാൽ CPM ഒക്കെ വലിയ രീതിയിലാ തങ്ങൾക്ക് നഷ്ടപ്പെട്ട വോട്ട് ബാങ്ക് സുഡാപ്പി ടൈപ്പ് ആളുകളെ തോളോട് തോള് ചേർന്ന് പ്രചരിപ്പിച്ച് തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് പിടിച്ചെടുക്കാനുള്ള വെപ്രാളാത്. ഈ പോലീസ് ചെയ്തത് അവിടെ നിയമം മാത്രമാണ്. അടികൂടുമ്പോ നോക്കി നിൽക്കാനാവോ? അടികൂടിയിട്ട് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നല്ലേ പോലീസിനോട് ചോദിക്കുക. ഈ പുണ്യമായ സ്ഥലങ്ങൾ, അത് പള്ളിക്കുള്ളിലാണെങ്കിലും അത് ക്ഷേത്രങ്ങൾക്കുള്ളിലാണെങ്കിലും അതേപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിക്കുള്ളിലാണെങ്കിലും അവിടേക്ക് നിയമപാലകർ എന്തെങ്കിലും വരേണ്ടി വരുന്നത് അവിടെയുള്ള വിശ്വാസികൾ എന്തെങ്കിലും ചെയ്തിട്ടല്ലേ? എന്റെ ലളിതമായ ചോദ്യമാണ്. പുണ്യമായ സ്ഥലങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ടത് അതത് വിശ്വാസികൾ തന്നെയല്ലേ? യഥാർത്ഥത്തിൽ അവിടെയുള്ള ആ കമ്മിറ്റിയിൽ പ്രായമായ ആളുകളെക്കാണ് അടിക്കാൻ നോക്കുന്നത്. ഈ വീഡിയോ മനുഷ്യന്മാരൊക്കെ കാണുന്നുണ്ട്. ഞാൻ ഇതെടുത്ത് മുന്നോട്ട് വെച്ചത് ഇതുപോലെയുള്ളൊരു കാരണങ്ങൾക്കാണ്. ഉത്തർപ്രദേശിലൊക്കെ പോലീസോ കാര്യങ്ങളോ നിയമപരമായിട്ട് മുസ്ലിം പള്ളികളിലേക്ക് എത്തിയാൽ മുസ്ലിം ലീഗ് മത്സരിക്കും. മുസ്ലിം ലീഗ് ചെയ്തതിനുള്ള കൊടുത്തതാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് പോലീസിനെ ഉപയോഗിച്ചോ എന്ന് KT ജലീൽ പറയുന്നത് എന്തുകൊണ്ടാ? ഈ മുസ്ലിം ലീഗ് ഉളുപ്പില്ലാതെ യോഗി ആദിത്യനാഥിന്റെ നെഞ്ചത്തോട്ട് എത്ര തവണ കയറിയിട്ടുണ്ടോ ഒരു കാരണവുമില്ലാതെ. മുസ്ലിം ലീഗാണ് ഇവിടെ വർഗീയത ചുറ്റിച്ച് ചന്ദ്രിക പത്രം തന്നെ നിങ്ങൾ കണ്ടില്ലേ? ഈ മുഹറം റാലി എന്ന് പറഞ്ഞ അവിടെ പൊട്ടിത്തെറിക്കൽ പോലും ഉണ്ട്. വാഹനങ്ങൾ പോലും പൊട്ടിത്തെറിക്കുക, ശ്രദ്ധ ആകർഷിക്കാൻ ഓരോ വിഭാഗം ആളുകളെ. അപ്പൊ അതിനെതിരെ പോലീസ് നടപടി അവിടെ എടുക്കുമ്പോ വർഗീയതയോ മുസ്ലിം ലീഗ്. ഇപ്പൊ CPM മുസ്ലിം ലീഗിനെതിരെ പറയുമ്പോ സകലരും തിരിച്ചറിയുന്നില്ലേ? എനിക്ക് കേരളത്തിലെ വിവേകമുള്ള മലയാളികളോട് പറയാനുള്ളത്, ഇവിടെ ഉത്തർപ്രദേശിലൊക്കെ നടക്കുന്ന മുസ്ലിം പള്ളിക്കെതിരെ എന്തോ ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്ക് ആ വാർത്ത എന്താണ് എന്ന് നാഷണൽ മീഡിയാസിൽ പോയിട്ട് നോക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കാറുണ്ട്. ഒരു ഗവൺമെന്റും ഒരു മതത്തിനെതിരെ എന്തെങ്കിലും ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? മുസ്ലിം ലീഗ് മുതലെടുപ്പിന് വേണ്ടിയിട്ട് പല തോന്നിവാസവും ചെയ്യും. അവർ മതം പറഞ്ഞ് തന്നെയാണ് അവർ അധികാരത്തിലേക്ക് എത്തിയത്. അതൊരു തർക്കമില്ലാത്ത വിഷയമാണ്. ഇവിടെ BJP എന്താണ്, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് എന്തോ ചെയ്യുന്നു എന്നൊരു പ്രതീതിയാ. ഏതായാലും ഇത്തരം ഒരു വിഷയം വന്നതുകൊണ്ട് ഇത് കേരളത്തിലെ സകല മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? ഈ പറയുന്ന പോലീസ് ബൂട്ടിട്ട് കയറി എന്ന് പറയുന്ന സ്ഥലത്തെ മതവിശ്വാസികളുടെ പോരായ്മയാണ്. അവർ തമ്മിൽ ആ പള്ളിയിൽ ആ പുണ്യമായ സ്ഥലത്ത് നിന്ന് എന്തിനാണ് അടികൂടുന്നത്? അല്ല തെരുവിലേക്കും ഇറങ്ങിയിട്ട് തല്ലുകൂടിയാൽ പോലെ. എന്നിട്ട് അവിടേക്ക് നിയമം പാലിക്കാനെത്തിയ പോലീസിന്റെ നേരെ വരാൻ ഈ റിയാസിനും KT ഇവരൊക്കെ സുഡാപ്പികളെയും കമ്മ്യൂണിസ്റ്റുകാർ കടത്തി വെട്ടുമോ?